ഇന്ന് രാവിലെ കാത്തൂന് ചോറ് കൊണ്ടുകൊണ്ടിരുന്നേ. കാരണം ഓണാഘോഷം ആയതുകൊണ്ട് ഓഫീസ് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഞാൻ ഒന്ന് സിറ്റിയിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചേ. എനിക്ക് 1-2 സാധനങ്ങൾ, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓണാഘോഷം വരുന്നെന്ന്. പോയിട്ട് വന്നതിന് ശേഷം ഞാൻ എൻ്റെ ബ്ലൗസിൻ്റെ പരിപാടി നോക്കിയിരുന്നേ. കണ്ട എത്ര ഫോർമാറ്റാണ് വെട്ടി വെച്ചിരിക്കുന്നതെന്ന് കണ്ട. എല്ലാം ഒരുപോലത്തെയാണ്. ഓരോ ബ്ലൗസ് തയ്ക്കുമ്പോഴും ഓരോ ഫോർമാറ്റ് വെട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ബ്ലൗസ് തയ്ക്കുന്ന കോമഡിയാണ് കാണിച്ചു തരാമെന്ന്. ഇത് തന്നെ. ചുമ്മാ അല്ല എൻ്റെ വീട്ടുകാർ പറയുന്നത് എനിക്ക് ഇച്ചിരി മുഴുത്ത വട്ടാന്ന്. കാത്തു ഉച്ചയ്ക്ക് വന്നിട്ട് നമുക്ക് രാത്രിക്കലത്തെ ഫുഡ് ഉണ്ടാക്കിയായിരുന്നേ. അപ്പോഴാണ് ഗ്യാസ് തീർന്നത്. പിന്നെ ഞാനും സൂരജും കൂടെ ഗ്യാസ് എല്ലാം കണക്ട് ചെയ്ത് വെച്ചു. ഇന്ന് കുറച്ച് നേരത്തെ രാത്രിക്കലത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്നറിയാമോ, നമുക്ക് ഹൃദയപൂർവ്വം മൂവി കാണാൻ പോവാനാണേ. ഗ്യാസൊക്കെ കണക്ട് ചെയ്തു. ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ 4 ആളും കൂടെയാണ് പോകുന്നത്. ചേട്ടൻ വരുന്നില്ല. മൂവി കാണാൻ ചേട്ടൻ വരുന്നില്ല. ഞങ്ങൾ 4 ആളും കൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാം പെട്ടെന്ന് റെഡിയായി ഇറങ്ങി. ചേട്ടന് പണ്ടേ ഫിലിമൊന്നും കാണുന്നതിനോട് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാനും മീനാക്ഷിയും കൂടെ ഒരുമിച്ചാണേ പോകുന്നത്. കുറച്ച് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓണാഘോഷം ആയതുകൊണ്ട് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. സൂരജും കാത്തും കുറച്ചുകൂടെ മുന്നേ അങ്ങ് പോയി. അവർക്ക് വേറെ എന്തോ ഒരു ആവശ്യമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ തിയേറ്ററിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഏരീസ് ഫ്ലെക്സിലാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. നമ്മളവിടെ എത്തിക്കഴിഞ്ഞു. അപ്പം സൂരജും കാത്തും അവിടെ ഇരിക്കുകയാണ്. നമ്മൾ വന്നത് കണ്ടില്ല. അവരുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. പിന്നെ നമ്മൾ 4 ആളും കൂടെ കയറി മൂവി കണ്ടു. നല്ല ഒരു പ്ലഷർ മൈൻഡാവും നമുക്ക്. ഒരുപാട് ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കോമഡി ഫിലിമാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഫീൽ ഗുഡ് ഫിലിമാണ്. സൂപ്പറാണ്, അടിപൊളി ഫിലിമായിരുന്നു. ചില സിനിമകൾ കണ്ടിറങ്ങുമ്പം മനസ്സിന് ഭയങ്കര സന്തോഷമായിരിക്കും. അങ്ങനെ പോലത്തെ ഒരു ഫിലിമാണ് ഈ ഹൃദയപൂർവ്വം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് പോയി കാണണേ. എന്തായാലും വർത്താണ്, പൈസ നഷ്ടപ്പെടില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്.